ഏറെ തിരക്ക് പിടിച്ച ഒരു മാർക്കറ്റിനിടയിലുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ പള്ളിയിലേക്ക് വരുന്ന വഴികളിലെല്ലാം വലിയ തിരക്കുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ ഇതാ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, ഒരുപാട് തിരക്കുകൾ നമ്മുടെ അങ്ങാടികളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കച്ചവടങ്ങൾ പുതിയതായി വരുന്നു. വരാനിരിക്കുന്ന മഴക്കാലത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കച്ചവടങ്ങൾ ഉണ്ടാകുന്നു. തലേ ദിവസം വന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില ഓഫറുകളും കച്ചവട മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമൊക്കെ, ഇങ്ങനെ കച്ചവടത്തിൻ്റെ വിഷയത്തിലൊക്കെ ബദ്ധശ്രദ്ധരാണ് നമ്മൾ ഓരോരുത്തരും. ദുനിയാവിലെ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ ചെലുത്താനും പദ്ധതികളും പ്ലാനിങ്ങുകളുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ചുറ്റുപാടിലുള്ള ആളുകൾ അവനെ ബുദ്ധിയില്ലാത്ത കച്ചവടക്കാരൻ എന്നൊരു പക്ഷേ വിശേഷിപ്പിച്ചേക്കാം, തന്ത്രമില്ലാത്തവൻ എന്ന് പറഞ്ഞേക്കാം. പെരുന്നാളിൻ്റെ നല്ല തിരക്കുള്ളൊരു ടെക്സ്റ്റൈൽ കച്ചവടക്കാരൻ പെരുന്നാളിൻ്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കട പൂട്ടി ഒരു വിനോദയാത്ര പോയാൽ അവനെക്കുറിച്ച് നമ്മൾ എന്തായിരിക്കും പറയുക? സ്കൂളുകൾ തുറക്കാനിരിക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് ആ പ്രത്യേകമായ സ്കൂൾ സ്റ്റേഷനറി വിൽക്കുന്ന കടക്കാരൻ കടയടച്ചതിൻ്റെ റിനോവേഷൻ വർക്ക് നടത്തി സ്കൂളുകളൊക്കെ തുറന്ന് 2 മാസം കഴിഞ്ഞതിന് ശേഷം റീഓപ്പൺ ചെയ്താൽ ആ മനുഷ്യനെ കുറിച്ച്, കച്ചവടക്കാരനെ കുറിച്ച് എന്തായിരിക്കും നമ്മുടെ അഭിപ്രായം? പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങാറുണ്ട് സാഹചര്യത്തിനനുസരിച്ച്. അതൊരു കച്ചവടത്തിൻ്റെ വിഷയം മാത്രമല്ല, നമ്മുടെ സ്ഥാപനങ്ങളാവാം, പള്ളികളാവാം, ഓരോ വ്യക്തികളുമാവാം, വീടന്തരീക്ഷങ്ങളിലാവാം. ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ എല്ലാ ഒരുക്കവും ഉണ്ടാകാറുണ്ട് എന്നാണ്. അത് എത്ര സമയം വേണമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഒരുപക്ഷെ റെഡിയാണ്. പക്ഷെ പരലോകത്തിൻ്റെ വിഷയത്തിൽ അത് ഉണ്ടാകുന്നുണ്ടോന്ന്? ദുനിയാവിലെ വിഷയത്തിൽ ഒരു ബിസിനസ് മീറ്റിംഗ് മണിക്കൂറുകൾ നീണ്ടുപോയാൽ അതൊരു പ്രശ്നവുമില്ല, വളരെ താല്പര്യപൂർവ്വം അതിൽ ഇരിക്കാൻ നമ്മൾ റെഡിയാണ്. എന്നാൽ ഒരു ഇസ്ലാമിക വിജ്ഞാന സദസ്സ് ഒരു 5 മിനിറ്റ് നീണ്ടുപോയാൽ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകളായി പലപ്പോഴും നമ്മിൽ പലരും മാറിക്കൊണ്ടിരിക്കുന്നു. ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്ര സമ്പത്ത് ചെലവഴിക്കാനും, എത്ര വേണമെങ്കിലും കാത്തിരിക്കാനും, എത്ര ദൂരം സഞ്ചരിക്കാനും യാത്ര ചെയ്യാൻ ഒരു മടിയുമില്ല. പരലോകത്തിൻ്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്നാണ്, ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്നാണ്. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും സ്വന്തത്തിലേക്ക് ആലോചിച്ചു നോക്കുക. റമദാൻ മാസം ആഗതമാകുന്നതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു. റമദാന് കഴിഞ്ഞു, വേറെ എത്ര സാഹചര്യങ്ങളെക്കുറിച്ചാണ്, സമയങ്ങളെക്കുറിച്ചാണ്, ദിവസങ്ങളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിലേതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെ പരിഗണിച്ചുകൊണ്ട് അതിൽ നന്മകൾ അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കും സാധിച്ചിട്ടുണ്ടോന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പാകാം, വ്യാഴാഴ്ചയിലെ നോമ്പാകാം, അയ്യാമുൽ ബീദിന്റെ വിഷയത്തിലാവാം. ഇതല്ലാത്ത വ്യത്യസ്ത സമയ സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ചില ശ്രേഷ്ഠതകൾ, വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളുണ്ട്. ഇതൊക്കെ നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് കൂട്ടരെ നമുക്കെന്തു മറുപടി പറയാനുണ്ട്? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് നന്മകൾ നേടിയെടുക്കാവുന്ന ഒരു അവസരം ഇതാ നമ്മുടെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. ദുൽഹിജ്ജ മാസം എന്നത്, ദുൽഹിജ്ജ മാസം നമുക്കറിയാം ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മാസമാണ്. സാധിക്കുന്ന ആളുകൾ അവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് ഫോണിലൂടെയും ലൈവായിട്ടൊക്കെ ഇങ്ങനെ കണ്ട് ഒരു ആത്മനിർവൃതി അടയുന്നു. ചില ആളുകൾ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും, ചില ആളുകൾ പ്രാർത്ഥനകളിലേക്ക് മടങ്ങുന്നു. റബ്ബേ, ഒരിക്കലെങ്കിലും അവിടെ എത്തിക്കണേ എന്ന പ്രാർത്ഥനയിലേക്ക് മടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എല്ലാ നിലക്കും ഒരു ആത്മീയതയിലേക്ക് ഉയർന്നിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്
നമ്മുടെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ വിശേഷിച്ചും വലിയ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്താണ് ഇത്ര ഒരുങ്ങാൻ? ദുൽഹിജ്ജ എല്ലാ വർഷവും കഴിഞ്ഞു പോകുന്നതല്ലേ. ഹജ്ജിന് പോകുന്നവർ ഒരുങ്ങട്ടെ, അതിന് ഉദ്ഹിയ്യത്തിന് തയ്യാറായവർ ഒരുങ്ങട്ടെ. ഞാൻ എന്തിന് ഒരുങ്ങണം എന്നതാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ലോകത്തിലെ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ ഏതെന്നറിയുമോ? അയ്യാമുൽ അശ്ർ. അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്നാൽ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി എന്നാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടായിരിക്കുന്ന, അതിനു മുമ്പ് നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലേക്ക് മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു 10 രാത്രികളെ കുറിച്ച്, 10 ദിവസത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയാണ് അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ. അത് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്ന് എല്ലാ മുഫസ്സിറുകളും, ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 10 ദിവസങ്ങൾ വേറെയും 10 ദിവസങ്ങളാണ് എന്ന അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ഭൂരിഭാഗം മുഫസ്സിറുകളും എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയും സൂറത്തുൽ ഹജ്ജിലൂടെ, അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം, ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞൊരു ഹദീസാണ്. സുഹീഹുൽ ബുഖാരിയിലെ 969 രേഖപ്പെടുത്തിയ ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു, മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു കർമ്മവുമില്ല. ഇത് കേട്ടപ്പോ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദു, പ്രവാചകരെ ജിഹാദുമില്ലേ? ഈ ദിവസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു കർമ്മവുമില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ ജിഹാദ് ഉണ്ടാവൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, വലൽ ജിഹാദു, ജിഹാദുമില്ല. എന്നിട്ട് ചേർത്ത് പറയുകയാണ്, ഇല്ലാ റജുലൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ. ഒരാള് ജിഹാദിന് പോയി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയി, അവന്റെ സമ്പത്ത് ചെലവഴിച്ചു, അവന്റെ ജീവൻ തന്നെ കൊടുത്തു, ഷഹീദായിക്കൊണ്ട് തിരിച്ചു വന്നാലല്ലാതെ, അല്ലെങ്കിൽ ഷഹീദായാലല്ലാതെ ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിലെ നന്മകൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലെ 969 ഹദീസായി രേഖപ്പെടുത്തി എന്നാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ ദുൽഹിജ്ജ 10 ദിവസത്തിനെ നമ്മൾ എന്തു ചെയ്തു? എന്തു നന്മയാണ് അധികരിപ്പിച്ചത്? നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക. റമദാനിൽ എന്ത് അധികരിപ്പിച്ചു? നമുക്ക് ഓരോരുത്തർക്കും എടുത്തു പറയാനുള്ള ഒരുപാട് നന്മകൾ ഉണ്ടാവാം. കഴിഞ്ഞ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ ഞാൻ എന്ത് അധികരിപ്പിച്ചു എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തുത്തരമാണ് നമുക്ക് നൽകാനുള്ളത്? എന്തുകൊണ്ട് ഈ ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠകരമായി വരുന്നു? ഇമാം അസ്ഖലാനി ആ വിഷയത്തിൽ പറയുന്നത്, തന്റെ ഫത്ഹുൽ ബാരിയിലെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്ന ഒരു വാക്യമുണ്ട്, ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദ. ഈ ഉമ്മത്തിന്റെ എല്ലാ ഇബാദത്തുകളും ഒത്തുചേരുന്ന സമയമാണത്. ഫീഹി വഹിയ സ്വലാത്ത്, അതിൽ നമസ്കാരമുണ്ട്, വസ്സിയാമു, നോമ്പുണ്ട്, വസ്സദഖത്തു, അതിൽ ദാനധർമ്മമുണ്ട്, വൽ ഹജ്ജു, ഹജ്ജുമുണ്ട്. വേറൊരു മാസത്തിലും വേറൊരു സന്ദർഭത്തിലും ഹജ്ജ് കിട്ടൂല.
എല്ലാ മാസത്തിലും നമസ്കാരമുണ്ട്, നോമ്പുകളുമുണ്ട്, അതേപോലെ സ്വതക്കകളും കൊടുക്കാം. ഹജ്ജ് ചെയ്യാൻ കഴിയുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിൽ മാത്രമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഹജ്ജും നോമ്പും നമസ്കാരവും സ്വതക്കയും എല്ലാം ഒത്തുവരുന്ന ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ശ്രേഷ്ഠത നൽകുന്നത് എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി രേഖപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തോട് ചോദിക്കുക, ഞാൻ എന്തു വർദ്ധിപ്പിച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ എത്ര ദുൽഹിജ്ജകൾ കിട്ടി? ഞാൻ എന്ത് വർദ്ധിപ്പിച്ചു? ബോധപൂർവം ഞാൻ എന്ത് വർദ്ധിപ്പിച്ചു എന്നാണ്. നമുക്ക് എന്തൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ഒരുപാട് നന്മകൾ എടുത്തു പറയാം. അതിലൊന്നാമത്തത് ഹജ്ജാണ്. ഈ വർഷത്തെ ഹജ്ജിന് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അവിടേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ച റബ്ബ് അവരേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു തൗഫീക്ക് റബ്ബ് നൽകി റബ്ബ് ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കുക, സമ്പത്തുണ്ടായത് കൊണ്ട് മാത്രം ചിലപ്പോൾ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആരോഗ്യമുണ്ടായത് കൊണ്ട് മാത്രം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആരോഗ്യവും സമ്പത്തുമുള്ള ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി എത്രയോ ആളുകൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. ഇനി അടുത്ത വർഷം ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പാണുള്ളത് പ്രിയപ്പെട്ടവരെ? അത് വല്ലാത്തൊരു തൗഫീഖാണ് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുക എന്നത്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമ്പത്തിക ശേഷി വെച്ചിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ പ്ലാൻ എത്രയാണ്? എത്ര ലക്ഷങ്ങളുടെ പ്ലാനാണ് നമ്മുടെ മേശപ്പുറത്തിരിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിലെ പോക്കറ്റില്, നമ്മുടെ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഹജ്ജിന് പോകാൻ എന്തേ നമ്മൾ ആലോചിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമസ്കാരമാണ്. നമസ്കാരം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സംശയമില്ല. പക്ഷെ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു ശ്രദ്ധയുണ്ടാവണം. ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ളുഹാ നമസ്കരിക്കും. ഒരു തീരുമാനം നമുക്ക് എടുത്തൂടെ? 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു 4 റക്അത്ത് ളുഹ നമസ്കരിക്കാൻ ഞാൻ ശ്രദ്ധ ചെലുത്തും. ഞാൻ എൻ്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള പള്ളിയിൽ ഒന്ന് വുളു എടുത്ത് ഒരു 10 മിനിറ്റ് പോരെ ഞാൻ നമസ്കരിക്കും. ഈ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ ഈ ദിവസങ്ങളിൽ ഞാനൊരു ശ്രദ്ധ ചെലുത്തും. ഞാൻ റവാത്തിബ് നമസ്കാരങ്ങൾ അത്ര ശ്രദ്ധിക്കാത്തയാളാണെങ്കിൽ ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഞാനത് ശ്രദ്ധിക്കും. ഒരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നോമ്പ്. നോമ്പുകൾ അധികരിപ്പിക്കാവുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ 10 പെരുന്നാളാണ്. അന്ന് എന്തായാലും നോമ്പില്ല. അതേപോലെ തന്നെ 9 എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ബാക്കിയുള്ള 8 ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നോമ്പെടുക്കാവുന്നതാണ് നമുക്ക്. അതിൽ തന്നെ തിങ്കളാഴ്ച വരുന്നുണ്ടാവാം, അതേപോലെ തന്നെ വ്യാഴാഴ്ച വരുന്നുണ്ടാവാം. അതിലൊക്കെ നോമ്പെടുക്കാൻ ഒരു ബോധപൂർവമായ ഒരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അറഫാ ദിനത്തെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, സുഇല അൻ സൗമി യൗമി അറഫ. യൗമ അറഫയിൽ അറഫാ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറയുകയാണ്, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടുന്നതാണ്. ഒറ്റ നോമ്പ് കൊണ്ടൊരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അറഫാ നോമ്പ് നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന ഒരു ചിന്ത ഇപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എന്നാ നാളെ എന്താ നോമ്പ്? അറഫയാണല്ലേ, എന്നാൽ എനിക്കുമുണ്ട് എന്നതല്ല. അറഫയെ കാത്തിരുന്ന് നോമ്പെടുക്കുന്ന ഒരു ചിന്ത പ്രിയപ്പെട്ട വിശ്വാസികൾ നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ നമ്മൾ ഇരുന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ അറഫാ നോമ്പ് ഞാൻ എടുക്കും എന്ന തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസത്തിൽ ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമായ വേറൊരു കാര്യമില്ല. ഈ 10 ദിവസങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്,
ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഒക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹദീസുകളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രം എന്തെന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങിയിട്ട് തക്ബീർ ചൊല്ലി നടക്കുമായിരുന്നു എന്നാണ്. തക്ബീർ ചൊല്ലി ഇങ്ങനെ നടക്കുക. ചില സലഫു സ്വാലിഹുകളുടെ രേഖകളിലൊക്കെ കാണാൻ കഴിയും, ആളുകളൊക്കെ തക്ബീർ ചൊല്ലിയത് എനിക്കൊരു തിരമാല പോലെയാ തോന്നിയത് എന്ന്. നമ്മൾ എപ്പോഴാ തക്ബീർ ചൊല്ലാറുള്ളത്? പ്രിയപ്പെട്ടവർ ആലോചിച്ചു. ആ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലോ മുസല്ലയിലോ പള്ളിയിലോ വന്നിരിക്കുമ്പോൾ എല്ലാവരും ചൊല്ലുമ്പോൾ ഒരു തക്ബീർ അതിന്റെ കൂടെ മൂളിക്കൊടുക്കുന്നു എന്നതല്ലാതെ ഈ തക്ബീർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞെടുത്ത് വർദ്ധിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള. തക്ബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 രൂപത്തിലുള്ള തക്ബീറുകൾ ഉണ്ട് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന വിഷയം. ഒന്ന് തക്ബീറുൽ മുത്ലഖാണ്. ഏത് സമയത്തും നമുക്ക് ആ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. നമ്മൾ ചൊല്ലാറുള്ള അല്ലാഹു അക്ബറുല്ലാ എന്ന് പറയുന്ന തക്ബീർ തന്നെ അത് മുത്ലഖായിട്ട് നമുക്ക് വേണമെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം ദുൽഹിജ്ജ 13 അസർ വരെ നമുക്ക് ചൊല്ലാവുന്ന ഈ തക്ബീർ മുത്ലഖായിട്ടുള്ള തക്ബീർ ഉണ്ട്, അങ്ങനെ ചൊല്ലാവുന്നതാണ്. ഇതല്ലാതെ അതിന്റെ കൂടെ വന്നിട്ടുള്ള തക്ബീറുൽ മുഖയ്യദ, അത് ഈ പിന്നെ അറഫാ ദിനത്തിന്റെ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 ഫജ്ർ മുതൽ നമസ്കാര ശേഷം അത് ദുൽഹിജ്ജ 13 അസർ വരെ നമസ്കാര ശേഷം ഒക്കെ ചെല്ലാവുന്ന തക്ബീർ, ആ തക്ബീറിന്റെ മുഖയ്യദായ എന്ന തക്ബീർ എന്ന് പരിചയപ്പെടുത്തി. അപ്പൊ ഈ മുത്തലക്കായ തക്ബീറുകൾ ചൊല്ലാൻ കഴിയും. ഇതിൽ 2 തക്ബീറുകളും ചേർന്ന് നിൽക്കും. യൗമ അറഫയിലൊക്കെ ഈ തക്ബീറുൽ മുത്തലക്കും തക്ബീറുൽ മുഖയ്യദൊക്കെ ചേർന്ന് നിൽക്കും. അതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്, തൗബ ചെയ്യാനുള്ള ഒരു അവസരമായി ഈ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ ഉണ്ടാവട്ടെ. എത്ര തിന്മകളാണ് അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ റമദാനിന് പോലും ചിലപ്പോ റബ്ബിന് മുന്നിൽ കരഞ്ഞു പറയാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞ ആ പലിശ ഇടപാടിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോഴാണെങ്കിൽ പടച്ച റബ്ബിന് മുന്നിൽ ചെന്ന് കരഞ്ഞു പറയാൻ ഈ ദുൽഹിജ്ജ മാസത്തിലെ ദിനരാത്രങ്ങളെ പ്രിയപ്പെട്ടവരെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്. ആ ഉദ്ഹിയ്യത്തിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ആലോചിക്കാനും അതിലേക്ക് ഞാൻ അതിലുണ്ട് എന്നൊരു തീരുമാനമെടുക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ 8ാമത്തെ കാര്യം എന്നത് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. നമ്മൾ സ്വതക്കകൾ കൊടുക്കുന്നവരാണ്, പക്ഷേ ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ബോധപൂർവം ഒരു സ്വതക്ക നമ്മൾ ആരെങ്കിലും കൈനീട്ടി വരുമ്പോ ഒരു 10 രൂപ എടുത്ത് കൊടുക്കുന്നതിനപ്പുറത്ത് ഞാൻ കൊടുക്കും, അത് ഇന്ന സ്ഥാപനത്തിന് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ എന്താ പള്ളിയിലേക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാനിത് എൻ്റെ കടയിലെ ഒരു സാധുവായ ജോലിക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവന് ഞാൻ കൊടുക്കും. ആരും അറിയണ്ട, അവന് ഞാൻ കൊടുക്കും. എൻ്റെ അയൽവാസിയുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, അവൻ എൻ്റെ വക എന്ന് പറഞ്ഞ് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ ബോധപൂർവമായ ഒരു സ്വതക്ക ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്നത് വലിയ നന്മകളാണ്. എല്ലാ നന്മകളും എണ്ണിപ്പറഞ്ഞ 8 നന്മകൾക്കപ്പുറത്ത് പ്രിയപ്പെട്ടവരെ എന്തു നന്മയുണ്ടെങ്കിൽ അതൊരു പുഞ്ചിരി കൊണ്ടാണെങ്കിൽ പോലും ഈ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്നാണ്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നിസാരമാക്കി കാണരുതേ. വലൗവൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പ്രസന്നതയുള്ള മുഖം, പരിചയമൊന്നുമില്ല, പള്ളിയിലേക്ക് ഇങ്ങനെ വന്നപ്പോ ആ സഹോദരൻ വുളു എടുക്കുന്നിടത്ത് പോകുമ്പോൾ കണ്ടുമുട്ടിയതാ, അതിലൊരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു മുഖത്തോടു കൂടി ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ അതുപോലും നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധപൂർവമായി ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. ഇത് കേൾക്കാത്ത നമ്മുടെ വീട്ടുകാരുണ്ട്, മക്കളുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ബോധപൂർവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ അറഫ നോമ്പ് നമ്മൾ എടുക്കും, എല്ലാവരും റെഡി ആവണം. ഇതല്ലാതെയും ഒരു തിങ്കളാഴ്ച വരുന്നുണ്ട്, അന്ന് നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കാം. ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബനാഥൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയണം. ഒരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വരുന്ന 10 ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്നത് പരലോകത്ത് വിജയമാണ്. ഇത്തരത്തിൽ നന്മകളോട് ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള, ആ നന്മയെ ജീവിതത്തിൽ പകർത്താൻ താല്പര്യമുള്ള ആളുകളിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും.